ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പരമാവധി ഈ ഒരാഴ്ചക്കാലം എന്തായാലും എല്ലാവരും തിരക്കായിരിക്കും. അപ്പോൾ പരമാവധി ഞാൻ ക്ലാസ്സുകൾ ചെയ്യാം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2 ടോപ്പിക്കാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതികൾ, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി. ഈ 2 ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നോക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതികളാണ്. ആദ്യത്തേത് ആണവ മേഖല. അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1948 അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത്. അതുപോലെ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഹോമി ജെ ഭാഭയായിരുന്നു. അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഹോമി ജെ ഭാഭ. ആണവോർജ വകുപ്പ് നിലവിൽ വന്നതെന്നാണ്? 1954. ആണവോർജ വകുപ്പ് നിലവിൽ വന്നത് 1954. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം. ഇതൊക്കെ PYQ ആണ്. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം. അപ്പോൾ ഞാൻ ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് SCERT, NCERT, PYQ പിന്നെ റാങ്ക് ഫയലൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് 100% ഇത് മാത്രം പഠിച്ചു പോയാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക? ഒരു റാങ്ക് ഫയലൊക്കെ റെഫർ ചെയ്യുക, PSC ബുള്ളറ്റ് നോക്കുക, കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. അതുപോലെ ഇതൊക്കെ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ഡെയിലി മാത്സ് ഒരു ടോപ്പിക്ക് വെച്ച് ചെയ്യുക. ഓക്കെ. ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം. യുറേനിയം, തോറിയം എന്നിവ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ജാർഖണ്ഡ്, രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകളിലാണ്. ഒന്ന് ജാർഖണ്ഡിലും മറ്റൊന്ന് രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത നിരകളിലുമാണ് യുറേനിയം, തോറിയം എന്നിവ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാട്, കൊല്ലം എന്നീ ജില്ലകളിലാണ് ഇന്ത്യയിലെ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. പാലക്കാട്, കൊല്ലം എന്നീ 2 ജില്ലകളിലാണ് ഇന്ത്യയിലെ സമ്പുഷ്ടമായ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം ഏതാണ്? താരാപൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം ഏതാണ്? താരാപൂർ ആണ്. താരാപൂർ ആണവ വൈദ്യുത നിലയം പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 1969. താരാപൂർ ആണവ നിലയം പ്രവർത്തനം ആരംഭിച്ചത് 1969. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? യുറേനിയമാണ്. ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? യുറേനിയമാണ്. അതുപോലെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി വിതരണം ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ഏതാണ്? ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്ററാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ഏതാണ്? ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്ററാണ്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്റർ സ്ഥാപിതമായതെന്നാണ്? 1954 ജനുവരി 3 ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്റർ സ്ഥാപിതമായത് എന്നാണ്? 1954 ജനുവരി 3. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്ററിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ്? 1957 ജനുവരി 20 ജവഹർലാൽ നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്തത്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം 1957 ജനുവരി 20 ജവഹർലാൽ നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്തത്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഡോക്ടർ ഹോമി ജെ ഭാഭയാണ്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഡോക്ടർ ഹോമി ജെ ഭാഭയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? അപ്സരയാണ്. എവിടെയാണ്? ട്രോംബയിലാണ്. ഇന്ത്യയിലെ
ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? അപ്സരയാണ്. എവിടെയാണ്? ട്രോംബെ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ഏതാണ്? കാമിനിയാണ്. എവിടെയാണ്? കൽപ്പാക്കം. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ഏതാണ്? കാമിനിയാണ്. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1987 ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നതെന്നാണ് 1987. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുനെൽവേലി ജില്ലയിലെ ഇടന്തിക്കര ഗ്രാമത്തിലാണ്. ഇതെവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി ജില്ലയിലെ ഇടന്തിക്കര ഗ്രാമം, തമിഴ്നാട്ടിലാണ്. കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? റഷ്യയാണ്. കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? റഷ്യയാണ്. അതുപോലെ കൂടംകുളം ആണവ നിലയത്തിനെതിരായി പോരാടിയ സമരനായകൻ ആരാണ്? SP ഉദയകുമാറാണ്. കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകൻ ആരാണ്? SP ഉദയകുമാറാണ്. കൂടംകുളം റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? യുറേനിയം 235 അതായത് സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടും. കൂടംകുളം റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? യുറേനിയം 235. ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ഏതാണ്? ജയ്താപൂർ ആണവ നിലയമാണ്. ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ഏതാണ്? ജയ്താപൂർ ആണവ നിലയമാണ്. ജയ്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ജയ്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ PYQ ആണ്. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. റാവത്ത് ഭട്ട എവിടെയാണ്? രാജസ്ഥാനിലാണ്. കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. പിന്നെ ഏതാണ്? നറോറ എവിടെയാണ്? UPയിലാണ്, ഉത്തർപ്രദേശിലാണ് നറോറ. അതേപോലെ കാക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. കൂടംകുളം തമിഴ്നാട്ടിലാണ്. അപ്പം താരാപൂർ മഹാരാഷ്ട്രയിലാണ്. റാവത്ത് ഭട്ട രാജസ്ഥാനിലാണ്. കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്. അതുപോലെ നറോറ ഉത്തർപ്രദേശിലാണ്. കാക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. കൈഗ എവിടെയാണ്? കർണാടകയാണ്. കൂടംകുളം തമിഴ്നാട്ടിലാണ്. അടുത്ത് നോക്കുന്നത് ആണവ പദ്ധതികളാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം എന്നാണ്? 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് എവിടെയാണ്? പൊക്രാനിലാണ്. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത്. ആദ്യ ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആദ്യ ആണവ പരീക്ഷണം നടന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം എന്താണ്? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ രാജ രാമണ്ണയാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ രാജ രാമണ്ണയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം എന്നാണ്? 1998 മെയ് 11, 13 തീയതികളിലാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം 1998 മെയ് 11, 13 തീയതികളിലാണ്. രണ്ടാം ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. രണ്ടാം ആണവ പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി എന്നാണ്. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം എന്താണ്? ഓപ്പറേഷൻ ശക്തി. ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്.
ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് 11-നാണ്. ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് 11-നാണ്. അതുപോലെ വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. വൈദ്യുതി പ്രസരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത് 1957-ലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത് 1957-ലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? വിയന്നയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? വിയന്നയാണ്. വിയന്ന എവിടെയാണ്? ആസ്ട്രിയയാണ്. അപ്പോൾ ഇത്രയുമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതികൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. അടുത്തത് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ് അടുത്ത് നോക്കുന്നത്. വേദകാലത്ത് നിലനിന്നിരുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഗുരുകുല സമ്പ്രദായം. വേദകാലത്ത് നിലനിന്നിരുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഗുരുകുല സമ്പ്രദായം. പ്രാചീന ഭാരതത്തിലെ പ്രധാന സർവകലാശാലകൾ ഏതൊക്കെയാണ്? വിക്രമശില, തക്ഷശില, നളന്ദ. പ്രാചീന ഭാരതത്തിലെ പ്രധാന സർവകലാശാലകൾ ഏതൊക്കെയാണ്? വിക്രമശില, തക്ഷശില, നളന്ദ. വിക്രമശില സ്ഥാപിച്ചതാരാണ്? ധർമ്മപാലനാണ്. പാലാ രാജവംശത്തിലെ ധർമ്മപാലനാണ് വിക്രമശില സ്ഥാപിച്ചത്. അതുപോലെ തക്ഷശില സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റാവൽപിണ്ടിയിലാണ്. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് തക്ഷശില സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയായി കരുതപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് അവതരിപ്പിച്ചത് മെക്കാളെ പ്രഭുവാണ്. ഏത് വർഷമാണ്? 1835. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയായി കരുതപ്പെടുന്ന മെക്കാളെ മിനിറ്റ്സ് അവതരിപ്പിച്ചത് ആരാണ്? മെക്കാളെ പ്രഭു ആണ്. 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1857-ലെ വുഡ്സ് ഡെസ്പാച്ച് ആണ്. വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് 1854-ലെ വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യൻ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെൻറ്റിക് ആണ്. ഇന്ത്യൻ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെൻറ്റിക് ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറലാണ് ആര്? വില്യം ബെൻറ്റിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻറ്റിക് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണഭാഷ പേർഷ്യനു പകരം ഇംഗ്ലീഷ് ആക്കിയതാരാണ്? വില്യം ബെൻറ്റിക് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണഭാഷ പേർഷ്യനു പകരം ഇംഗ്ലീഷ് ആക്കിയത് വില്യം ബെൻറ്റിക് ആണ്. അതുപോലെ പൗരസ്ത്യ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ 1784-ൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? സർ വില്യം ജോൺസ് ആണ്. പൗരസ്ത്യ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ 1784-ൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? സർ വില്യം ജോൺസ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചതാരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനമാണ് യങ് ബംഗാൾ പ്രസ്ഥാനം. പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനമാണ് യങ് ബംഗാൾ പ്രസ്ഥാനം. യങ് ബംഗാൾ പ്രസ്ഥാനം ആരംഭിച്ചത് ഹെൻറി വിവിയൻ ഡെറോസിയോയാണ്. യങ് ബംഗാൾ പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജ് ഏതാണ്? ബഥൂൺ കോളേജ് എവിടെയാണ്? കൊൽക്കത്തയാണ്. ബഥൂൺ കോളേജ്
ഇന്ത്യയിലെ ആദ്യ വനിതാ കോളേജ് ഏതാണ്? ബഥൂൺ കോളേജാണ്, കൊൽക്കത്തയാണ് ബഥൂൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് നോക്കുന്നത് നളന്ദ സർവകലാശാലയാണ്. നളന്ദ സർവകലാശാല സ്ഥാപിച്ചതാരാണ്? കുമാരഗുപ്തനാണ്. 5-ാം നൂറ്റാണ്ടിലാണ് ഇത് സ്ഥാപിച്ചത്. കുമാരഗുപ്തൻ നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് 5-ാം നൂറ്റാണ്ടിലാണ്. നളന്ദ സർവകലാശാല സ്ഥാപിച്ചതാരാണ്? കുമാരഗുപ്തനാണ്. നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചതാരാണ്? ബക്തിയാർ ഖിൽജിയാണ്. 1193 ബക്തിയാർ ഖിൽജിയാണ് നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത്. അതുപോലെ നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് പിന്തുണ നൽകിയ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ്. നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് പിന്തുണ നൽകിയ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് ശേഷം പുതിയ സർവകലാശാല ആരംഭിച്ചത് 2010 നവംബർ 25-നാണ്. നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് ശേഷം പുതിയ സർവകലാശാല സ്ഥാപിച്ചത് എന്നാണ്? 2010 നവംബർ 25-നാണ്. ആദ്യത്തെ ചാൻസലർ ആരാണ്? അമർത്യ സെന്നാണ്. ആദ്യത്തെ ചാൻസലർ ആരാണ്? അമർത്യ സെന്നാണ്. അതായത് നളന്ദ സർവകലാശാല പുനരുദ്ധാരണത്തിന് ശേഷം ആദ്യത്തെ ചാൻസലർ ആരാണ്? അമർത്യ സെന്നാണ്. നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിൽ സഹകരിച്ച അന്താരാഷ്ട്ര സംഘടന ആസിയാനാണ്. നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് സഹകരിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ആസിയാനാണ്. അടുത്തത് കുറച്ച് ഉദ്ധരണികളാണ് നോക്കുന്നത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാണ് മെക്കാളെ പ്രഭുവാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാണ്? മെക്കാളെ പ്രഭുവാണ്. അതുപോലെ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നഭിപ്രായപ്പെട്ടതാരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? രാജാറാം മോഹൻ റോയിയാണ്. അതുപോലെ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വാക്താക്കളാണ് എന്ന് പറഞ്ഞതാരാണ്? വീരേശലിംഗ പന്തലുവാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വാക്താക്കളാണ് എന്ന് പറഞ്ഞതാരാണ്? വീരേശലിംഗ പന്തലുവാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞത് കേശബ് ചന്ദ്ര സെന്നാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കും എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? കേശബ ചന്ദ്ര സെന്നാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ഡോക്ടർ DS കോത്താരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ PSC പലതവണ ചോദിച്ചതാണ്. എല്ലാ ചോദ്യങ്ങളും ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ PSC ചോദിച്ചതാണ്. അപ്പോൾ നല്ലതുപോലെ നോക്കിക്കോ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ്. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നഭിപ്രായപ്പെട്ടത് ഇന്ദിരാഗാന്ധിയാണ്. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നഭിപ്രായപ്പെട്ടത് ഇന്ദിരാഗാന്ധിയാണ്. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കാരത്തിലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതാണ് സ്വാമി വിവേകാനന്ദൻ. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടതാണ് സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത സർവകലാശാല എന്നാണ് സ്ഥാപിതമായത്? 1857 ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ കൊൽക്കത്ത സർവകലാശാല സ്ഥാപിതമായത്
ഇന്ത്യയിലെ ആദ്യ വനിതാ ബിരുദധാരി ആരാണ്? കാദംബിനി ഗാംഗുലിയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബിരുദധാരി ആരാണ്? കാദംബിനി ഗാംഗുലിയാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കാദംബിനി ഗാംഗുലി ബിരുദം നേടിയത്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബിരുദധാരി ആരാണ്? കാദംബിനി ഗാംഗുലിയാണ്. ഇന്ത്യയിലെ ആദ്യ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചതാരാണ്? ജ്യോതി റാവു ഫുലെയും ഭാര്യ സാവിത്രി റാവു ഫുലെയുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്ഥാപിതമായതെന്നാണ് 1848-ലാണ്. 1884 ബാലഗംഗാധര തിലക്, ജി അഗാർക്കർ, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. 1884 ബാലഗംഗാധര തിലക്, ജി അഗാർക്കർ, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടന ഏതാണ്? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. അതുപോലെ പൂനെയിൽ ഫർഗൂസൺ കോളേജ് സ്ഥാപിച്ചതാരാണ്? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. പൂനെയിൽ ഫർഗൂസൺ കോളേജ് സ്ഥാപിച്ചതും ആരാണ്? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുദ്രാവാക്യം എന്താണ്? യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നാണ്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുദ്രാവാക്യം എന്താണ്? യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നാണ്. ഡോക്ടർ സക്കീർ ഹുസൈനും അതേപോലെ MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലി സഹോദരന്മാർ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഡോക്ടർ സക്കീർ ഹുസൈൻ അതേപോലെ MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലി സഹോദരന്മാർ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ ആദ്യ ചാൻസലർ ആരാണ്? ഹക്കീം അജ്മൽ ഖാനാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ ആദ്യത്തെ ചാൻസലർ ആരാണ്? ഹക്കീം അജ്മൽ ഖാനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1937 വാർധാ സമ്മേളനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയിം താലിം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1937 വാർധാ സമ്മേളനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയിം താലിം. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? റാലേയി കമ്മീഷനാണ്. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? റാലേയി കമ്മീഷനാണ്. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വന്നതെന്നാണ്? 1904-ലാണ്. ഇന്ത്യൻ സർവകലാശാല നിയമം ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വന്നത് 1904-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഏതാണ്? അത് റാലേയി കമ്മീഷനാണ്. 1902-ലാണ് സർവകലാശാല കമ്മീഷൻ നിലവിൽ വന്നത്. ഏതാണ് കമ്മീഷൻ? ഏതാണ്? റാലേയി കമ്മീഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഏതാണ്? റാലേയി കമ്മീഷനാണ്. റാലേയി കമ്മീഷനെ നിയോഗിച്ചത് കഴ്സൺ പ്രഭുവാണ്. റാലേയി കമ്മീഷനെ നിയോഗിച്ചതാരാണ്? കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? ഗുരുദാസ് ബാനർജിയാണ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? ഗുരുദാസ് ബാനർജിയാണ്. ഏതാണ് യൂണിവേഴ്സിറ്റി? കൽക്കട്ട യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യക്കാരനായ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? ഗുരുദാസ് ബാനർജിയാണ്. അടുത്തത് സയൻറ്റിഫിക് സൊസൈറ്റിയെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിനുമായി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ഏത്? സയൻറ്റിഫിക് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിനുമായി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് സയൻറ്റിഫിക് സൊസൈറ്റികൾ. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ സൊസൈറ്റി സ്ഥാപിതമായത് 1825 കൊൽക്കത്തയിലാണ്. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആദ്യ സൊസൈറ്റി സ്ഥാപിതമായത് 1825 കൊൽക്കത്തയിലാണ്. അതുപോലെ പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിതമായത് 1838-ലാണ്. അതും കൊൽക്കത്തയിലാണ്. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിതമായത് 1838 കൊൽക്കത്തയിലാണ്. ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ച വർഷമെന്നാണ്? 1861-ലാണ്. ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ച വർഷം എന്നാണ്? 1861-ആണ്.
അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചത് എന്നാണ്? 1864 അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചത് 1864 ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം എന്നാണ്? 1868 ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം എന്നാണ്? 1868 ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിച്ചത് മഹേന്ദ്രലാൽ സർക്കാരാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിച്ചത് മഹേന്ദ്രലാൽ സർക്കാരാണ്. 1876 കൊൽക്കത്തയിലാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ സയൻസ് സ്ഥാപിച്ചത് മഹേന്ദ്രലാൽ സർക്കാരാണ്. 1876 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ IITകൾ സ്ഥാപിതമാകാൻ കാരണമായ കമ്മിറ്റിയാണ് NR സർക്കാർ കമ്മിറ്റി. ഇന്ത്യയിൽ IITകൾ സ്ഥാപിതമാകാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? NR സർക്കാർ കമ്മിറ്റിയാണ്. IITക്ക് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. IITകൾക്ക് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യയിലെ ആദ്യ IIT സ്ഥാപിതമായ സ്ഥലം എവിടെയാണ്? ഖരഗ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ IIT സ്ഥാപിതമായ സ്ഥലം എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യ IIT സ്ഥാപിതമായ സ്ഥലം ഏതാണ്? പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂർ ആണ്. NCERT സ്ഥാപിതമായ വർഷം 1961. NCERT സ്ഥാപിതമായ വർഷം എന്നാണ്? 1961. ഇന്ത്യയിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സ്ഥാപിതമായ വർഷം എന്നാണ്? 1962. ഇന്ത്യയിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സ്ഥാപിതമായ വർഷം എന്നാണ്? 1962. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളെ നിയന്ത്രിക്കുന്നത് CBSE ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? CBSE ആണ്. CBSE സ്ഥാപിതമായ വർഷം എന്നാണ്? 1962. CBSE സ്ഥാപിതമായ വർഷം എന്നാണ്? 1962. ജവഹർലാൽ നെഹ്റു സർവകലാശാല സ്ഥാപിതമായതെന്നാണ്? 1969. ജവഹർലാൽ നെഹ്റു സർവകലാശാല സ്ഥാപിതമായത് 1969. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി 1976. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? വിവേക്യമാണ്. 42ാം ഭേദഗതിയാണ് 1976. ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് 1978. ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് 1978. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ് 1976. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല വഹിക്കുന്നതാരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമെന്ന് പുനർനാമകരണം ചെയ്തത് 2020. ഈ പോയിന്റ് ഓർത്ത് വെച്ചോ. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമെന്ന് പുനർനാമകരണം ചെയ്തത് 2020. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല വഹിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുമ്പ് അറിയപ്പെട്ടിരുന്നത് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം എന്നാണ്. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമെന്ന് പുനർനാമകരണം ചെയ്തത് 2020. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം നിലവിൽ വന്നത് 1985. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം നിലവിൽ വന്നത് 1985. കേന്ദ്ര ഗവൺമെൻറ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം എന്നാണ്? 1986. PVQ. കേന്ദ്ര ഗവൺമെൻറ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986. 1986. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി ഗവൺമെൻറ് അവതരിപ്പിച്ചത് 1987. ഇതും PVQ. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ
ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാഥമിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി ഗവൺമെൻറ് അവതരിപ്പിച്ച വർഷം 1987 കേന്ദ്ര ഗവൺമെൻറ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 2020 കേന്ദ്ര ഗവൺമെൻറ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 2020 കേന്ദ്ര ഗവൺമെൻറ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 2020 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് തയ്യാറാക്കിയതാരാണ്? കസ്തൂരി രംഗൻ ആണ്. ഇതൊക്കെ PYQ ആണ്. 2020 പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ കരട് തയ്യാറാക്കിയതാരാണ്? കസ്തൂരി രംഗൻ ആണ്. അതുപോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. 2004 സെപ്റ്റംബർ 20 വിക്ഷേപിച്ചത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണ്? എജ്യൂസാറ്റ് ആണ്. ഈ ഒരു ഡേറ്റും ഓർത്ത് വെച്ചോ. എജ്യൂസാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആൻസറും ഓർത്ത് വെച്ചോ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. 2004 സെപ്റ്റംബർ 20. എജ്യൂസാറ്റിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ജി മാധവൻ നായരാണ്. എജ്യൂസാറ്റിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ജി മാധവൻ നായരാണ്. എജ്യൂസാറ്റിൻ്റെ സഹായത്തോടെ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് വിക്ടേഴ്സ്. ഇതൊക്കെ PYQ ആണ്. എജ്യൂസാറ്റിൻ്റെ സഹായത്തോടെ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വിക്ടേഴ്സ് ആണ്. വിക്ടേഴ്സ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. വിക്ടേഴ്സ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. 2005 ജൂലൈ 28 വിക്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തത്. 2005 ജൂലൈ 28 വിക്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തതാരാണ്? APJ അബ്ദുൽ കലാം ആണ്. അതുപോലെ മൻമോഹൻ സിംഗ് വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതിയെയാണ്. മൻമോഹൻ സിംഗ് വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതിയെയാണ്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഡെറാഡൂൺ ആണ്. ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ PYQ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. കേരളത്തിലെ ആദ്യ കൽപ്പിത സർവകലാശാല ഏതാണ്? കേരള കലാമണ്ഡലം. കേരളത്തിലെ ആദ്യ കൽപ്പിത സർവകലാശാല ഏതാണ്? കേരള കലാമണ്ഡലം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചത് ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചത് ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചത് CV രാമനാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചത് CV രാമൻ ആണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റയാണെങ്കിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചത് CV രാമനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ PSC പലതവണ ചോദിച്ചതാണ്. കേന്ദ്ര ഗവൺമെൻറ് പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം 2020. ആരാണ് ആ ഒരു കരട് തയ്യാറാക്കിയത്? കസ്തൂരി രംഗനാണ്. അതേപോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം എജ്യൂസാറ്റാണ്. 2002 സെപ്റ്റംബർ 20 വിക്ഷേപിച്ചത്. എജ്യൂസാറ്റിന് നേതൃത്വം നൽകിയത് ജി മാധവൻ നായരാണ്. എജ്യൂസാറ്റിൻ്റെ സഹായത്തോടെ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി വിക്ടേഴ്സ് ആണ്. വിക്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തത് APJ അബ്ദുൽ കലാം. 2005 ജൂലൈ 28 മൻമോഹൻ സിംഗ് വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത്. മൻമോഹൻ സിംഗ് വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് 11ാം പഞ്ചവത്സരയെയാണ്. അതുപോലെ ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഡെറാഡൂൺ ആണ്. ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. കേരളത്തിലെ ആദ്യ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റയാണെങ്കിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചത് CV രാമനാണ്. അടുത്തത് സർവകലാശാലകളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ
വികലാംഗ സർവകലാശാല ഏതാണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യ വികലാംഗ സർവകലാശാല, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സർവകലാശാല ഏതാണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യ വികലാംഗ സർവകലാശാല, ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാല ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാല ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അമർഖണ്ഡ് മധ്യപ്രദേശാണ്. അമർഖണ്ഡക്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമർഖണ്ഡക്, മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? ശ്രീമതി നാദിഭായി ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? ശ്രീമതി നാദിഭായി ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റിയാണ്. ഇത് സ്ഥാപിച്ചതാരാണ്? DK കാർവെയാണ്. ശ്രീമതി നാദിഭായി ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് DK കാർവെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ് ശ്രീമതി നാദിഭായി ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റി. ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് DK കാർവെ. ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? DK കാർവെയാണ്. ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാല ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇതൊക്കെ PVQ ആണ്. ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാല ഏതാണ്? ഗോവിന്ദ വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി, UP. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ യോഗ സർവകലാശാല ഏതാണ്? ലാക്കുലിഷ് യോഗ സർവകലാശാല. ഇത് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യോഗ സർവകലാശാല ഏതാണ്? ലാക്കുലിഷ് യോഗ സർവകലാശാല, അഹമ്മദാബാദ്. ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ സർവകലാശാല ഏതാണ്? ബിനോല ഗ്രാമം, ഗുർഗാവോൺ, ഹരിയാനയാണ്. ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ സർവകലാശാല ഏതാണ്? ബിനോല ഗ്രാമം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുർഗാവോൺ, ഹരിയാനയിലെ ഗുർഗാവോണിലാണ് ബിനോല ഗ്രാമം എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി സർവകലാശാല എവിടെയാണ് സ്ഥാപിച്ചത്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി സർവകലാശാല സ്ഥാപിച്ചത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യ ആയുർവേദ സർവകലാശാല സ്ഥാപിച്ചത് ജാംനഗർ, ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ആയുർവേദ സർവകലാശാല സ്ഥാപിച്ചത് ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ സർവകലാശാല സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിൽ എവിടെയാണ് ആദ്യ ജെൻഡർ സർവകലാശാല സ്ഥാപിച്ചത്? കോഴിക്കോടാണ്. കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ സർവകലാശാല സ്ഥാപിച്ച സംസ്ഥാനം കേരളമാണ്. കോഴിക്കോടാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല സ്ഥാപിച്ചത് വഡോദര, ഗുജറാത്തിലെ വഡോദരയിലാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല സ്ഥാപിച്ചത്. ബിർസ മുണ്ട ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ബിർസ മുണ്ട ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. ബിർസ മുണ്ട ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്താണ്. അതുപോലെ രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്തത് 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ശാരീരിക മാനസിക വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് 1975 നിലവിൽ വന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സംയോജിത ശിശു വികസന പരിപാടി, ICDS. ഈ അടുത്ത കാലത്ത് ICDS നിലവിൽ വന്ന വർഷമൊക്കെ ചേരുംപടി എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൽ വന്നിരുന്നു. 1975 ICDS നിലവിൽ വരുന്നത്. സംയോജിത ശിശു വികസന പരിപാടി എന്നാണ് ICDSയുടെ ഫുൾ ഫോം. 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ശാരീരിക മാനസിക വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് 1975 നിലവിൽ വന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സംയോജിത ശിശു വികസന പരിപാടി, ICDS. സ്വന്തമായി റേഡിയോ നിലയമുള്ള സർവകലാശാലയാണ് സർദാർ പട്ടേൽ സർവകലാശാല, ഗുജറാത്ത്. സ്വന്തമായി റേഡിയോ നിലയമുള്ള സർവകലാശാലയാണ് സർദാർ പട്ടേൽ സർവകലാശാല,
സർദാർ പട്ടേൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? ഗ്യാൻ ദർശനാണ്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? ഗ്യാൻ ദർശനാണ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ ചാനൽ. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് PYQ ആണ് 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 6-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് 2010 ഏപ്രിൽ 1-നാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഓർത്തു വെച്ചോ. സ്വന്തമായി റേഡിയോ നിലയമുള്ള സർവകലാശാല ഏതാണ്? സർദാർ പട്ടേൽ സർവകലാശാല, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? ഗ്യാൻ ദർശനാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം എന്നാണ് 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. വിദ്യാഭ്യാസ അവകാശം നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. അടുത്തത് വാർധാ പദ്ധതിയാണ്. 1937 ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. വാർധാ പദ്ധതിയുടെ ലക്ഷ്യമെന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. വാർധാ പദ്ധതിയുടെ ലക്ഷ്യമെന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? നയീം താലിം ആണ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? നയീം താലിം എന്നാണ്. നയീം താലിം എന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഗാന്ധിജി നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷനാണ്. നയീം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഗാന്ധിജി നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മീഷനാണ്. അടുത്തത് ഇഗ്നോയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് ഇഗ്നോയുടെ ഫുൾ ഫോം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. വിദൂര വിദ്യാഭ്യാസ സർവകലാശാലയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് 1985-ലാണ്. അപ്പോൾ ഇഗ്നോ നിലവിൽ വന്നതെന്നാണ് 1985-ലാണ്. വിദൂര വിദ്യാഭ്യാസ സർവകലാശാലയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം 1985-ആണ്. ഇഗ്നോയുടെ ആപ്തവാക്യം എന്താണ്? പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നാണ്. ഇഗ്നോയുടെ ആപ്തവാക്യം എന്താണ്? പീപ്പിൾ യൂണിവേഴ്സിറ്റി എന്നാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ VN രാജശേഖരൻ പിള്ളയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ VN രാജശേഖരൻ പിള്ളയാണ്. യൂണിവേഴ്സിറ്റി നിലവാരത്തിൽ വിദൂര വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി നിലവാരത്തിലുള്ള വിദൂര വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റികളെ പറ്റി പഠിച്ച കമ്മീഷൻ ഏതാണ്? G പാർത്ഥസാരഥി കമ്മീഷനാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റികളെ പറ്റി പഠിച്ച കമ്മീഷൻ ഏതാണ്? G പാർത്ഥസാരഥി കമ്മീഷൻ ആണ്. ഇന്ത്യൻ ഓപ്പൺ വിദ്യാഭ്യാസ രീതിയുടെ പിതാവാണ് G രാമറെഡ്ഡി. ഇന്ത്യൻ ഓപ്പൺ വിദ്യാഭ്യാസ രീതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് G രാമറെഡ്ഡിയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി തെലങ്കാനയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. അത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി തെലങ്കാന. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണിത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി
നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, തെലങ്കാന. 1982 ഓഗസ്റ്റ് 26 നിലവിൽ വരുമ്പോൾ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1982 ഓഗസ്റ്റ് 26 ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വരുമ്പോൾ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1982 ഓഗസ്റ്റ് 26 ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. ആ 1982 ഓഗസ്റ്റ് 26 നിലവിൽ വരുമ്പോൾ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റി. തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാരാണ്? കെ എം മുൻഷിയാണ്. ഇതൊക്കെ PYQ ആണ്. 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷിയാണ്. അതുപോലെ സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? VK കൃഷ്ണമേനോനാണ്. സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? VK കൃഷ്ണമേനോനാണ്. അടുത്തത് നവോദയ വിദ്യാലയമാണ്. ജവഹർ നവോദയ വിദ്യാലയം ആരംഭിച്ച വർഷം 1986. ജവഹർ നവോദയ വിദ്യാലയം ആരംഭിച്ച വർഷം എന്നാണ് 1986. 1985 ജവഹർ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. 1985 ജവഹർ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പം ജവഹർ നവോദയ വിദ്യാലയം ആരംഭിച്ചത് 1986. ജവഹർ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അതേപോലെ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വർഷം 1882. ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വർഷം എന്നാണ് 1882. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. 1882 നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഹണ്ടർ കമ്മീഷൻ ശുപാർശ ചെയ്തത് എന്താണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു. പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ ശുപാർശ ചെയ്തത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഹണ്ടർ കമ്മീഷന് നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. 1882 ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത കമ്മീഷൻ ഏതാണ്? സർജൻറ്റ് കമ്മീഷനാണ്. സർജൻറ്റ് കമ്മീഷൻ നിലവിൽ വന്നത് 1944. സർജൻറ്റ് കമ്മീഷൻ നിലവിൽ വന്നത് 1944. സർജൻറ്റ് കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? 6നും 14നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമാക്കി. സർജൻറ്റ് കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? 6നും 14നും പ്രായമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി. ഇതാണ് സർജൻറ്റ് കമ്മീഷൻ്റെ ശുപാർശകൾ എന്ന് പറയുന്നത്. 1944 സർജൻറ്റ് കമ്മീഷൻ നിലവിൽ വന്നത്. ഈ ഹണ്ടർ കമ്മീഷൻ PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. റിപ്പൺ പ്രഭുവാണ്. 1882 ശുപാർശകൾ എന്തൊക്കെയാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു. അപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? അങ്ങനെയൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. പിന്നെന്താണ്? 6നും 14നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ കമ്മീഷൻ ഏതാണ്? അത് സർജൻറ്റ് കമ്മീഷനാണ്. അതുപോലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. അടുത്തത് രാധാകൃഷ്ണൻ കമ്മീഷൻ.
നിലവിൽ വന്നതെന്നാണ് 1948-49 കാലഘട്ടങ്ങളിലാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. അപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്ന ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതിൽ വരുന്നതാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക, 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കുക. അപ്പോൾ ഇതിൻ്റെ മറ്റു പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക, അതുപോലെ 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കുക. അപ്പം രാധാകൃഷ്ണ കമ്മീഷൻ 1948-49 വരെയാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ശുപാർശ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക, അതുപോലെ 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നുള്ളതാണ് മറ്റ് ശുപാർശകൾ. അടുത്തത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് 1952-ലാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് 1952-ലാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക. എന്താണ് ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കുക? അതുപോലെ വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക എന്നിവയൊക്കെയാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് 1952-ലാണ്. പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. 1952-ലാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്തത് കോത്താരി കമ്മീഷനാണ്. 1964-ലാണ് നിലവിൽ വന്നത്. കോത്താരി കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? 10+2+3 വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക. പിന്നെ എന്താണ്? ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. അതുപോലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കോത്താരി കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. അപ്പം കോത്താരി കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 1964-ലാണ് നിലവിൽ വന്നത്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. അതുപോലെ എന്താണ്? സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ശുപാർശയാണ്. അതുപോലെ എന്താണ്? ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നുള്ളത് മറ്റൊരു ശുപാർശയാണ്. പിന്നെന്താണ്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? കോത്താരി കമ്മീഷനാണ്. അതുപോലെ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. പിന്നെ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ മുതലിയാർ കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകകളെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. അപ്പം സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ കോത്താരി കമ്മീഷനാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. PSC പലതവണ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ SCERTയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. റിപ്പൺ പ്രഭുവാണ് നിയമിച്ചത്. 1882-ലാണ്. പ്രധാന ശുപാർശ എന്താണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തു. അതുപോലെ സർജൻറ്റ് കമ്മീഷൻ 1944-ലാണ് നിലവിൽ വന്നത്. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കാൻ ശുപാർശ ചെയ്ത
വിദ്യാഭ്യാസ കമ്മീഷനാണ്. സർജൻറ്റ് കമ്മീഷൻ 1944 നിലവിൽ വന്നു. പിന്നെ രാധാകൃഷ്ണൻ കമ്മീഷനാണ് 1948, 49 കാലഘട്ടങ്ങളിൽ നിലവിൽ വന്നു. പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക, 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടപ്പിലാക്കുക. അടുത്തത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് 1952 നിലവിൽ വന്നു. അതുപോലെ ഇതിൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. പിന്നെ കോത്താരി കമ്മീഷനാണ് 1964 നിലവിൽ വന്നത്. ഇതിൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? 10+2+3 വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു. സെക്കൻഡറി തലങ്ങളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കി. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. പിന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. പിന്നെന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയത് മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയത് ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അടുത്തത് ഇന്ത്യയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത് രാഷ്ട്രീയ സംസ്കൃത് സംസ്ഥാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ആസ്ഥാനം. രാഷ്ട്രീയ സംസ്കൃത് സംസ്ഥാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് എവിടെയാണ്? അതും ന്യൂഡൽഹിയിലാണ്. ദി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് IGNOU എവിടെയാണ്? അതും ന്യൂഡൽഹിയിലാണ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് IGNOU എവിടെയാണ്? അതും ന്യൂഡൽഹിയിലാണ്. പിന്നെ ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് എവിടെയാണ്? അതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് എവിടെയാണ്? മൈസൂരാണ്. അപ്പോൾ മാറിപ്പോകരുത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ് ആണെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ ആസ്ഥാനം മൈസൂരാണ്. അടുത്തത് UGCയെ കുറിച്ചാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953 ഡിസംബർ 28-നാണ്. PSC ചോദിച്ചതാണ്. 1953 ഡിസംബർ 28. UGC നിലവിൽ വന്നത്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1953 ഡിസംബർ 28. 1953 ഡിസംബർ 28. UGC സ്ഥാപിതമാകാൻ കാരണമായ കമ്മീഷൻ നേരത്തെ നമ്മൾ പഠിച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. UGC സ്ഥാപിതമാകാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതുപോലെ UGC ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. UGC ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. UGCയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ ആപ്തവാക്യം എന്താണ്? അറിവാണ് മോചനം. അപ്പം അറിവാണ് മോചനം എന്ന ആപ്തവാക്യം ഏതിൻ്റേതാണ്? UGCയുടേതാണ്. അപ്പം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1953 ഡിസംബർ 28. അതുപോലെ UGC സ്ഥാപിതമാകാൻ കാരണമായ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. UGC സ്ഥാപിതമാകാൻ കാരണമായ കമ്മീഷൻ. UGC ഉദ്ഘാടനം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആപ്തവാക്യം എന്താണ്? അറിവാണ് മോചനം. സർക്കാർ അംഗീകൃത സർവകലാശാലകൾക്കും കോളേജുകൾക്കും ഫണ്ടുകൾ നൽകുന്നത് UGC ആണ്. അപ്പം ഈ ഒരു പോയിന്റും ഓർത്ത് വെച്ചോ. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ UGCയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സർക്കാർ അംഗീകൃത സർവകലാശാലകൾക്കും കോളേജുകൾക്കും ഫണ്ടുകൾ നൽകുന്നത് UGC ആണ്. UGCയുടെ
ആദ്യ ചെയർമാൻ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്ട്നഗറാണ്. UGCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്ട്നഗറാണ്. അതുപോലെ UGCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഇത് തെറ്റാണ്. മമിഡല ജഗദേഷ് കുമാർ അല്ല. ഇപ്പോൾ നിലവിലെ വിനീത് ജോഷിയാണ്. വിനീത് ടൈപ്പിങ്ങിൽ തെറ്റിപ്പോയതാണ്. വിനീത് ജോഷിയാണ്. വിനീത് ജോഷി. UGCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വിനീത് ജോഷിയാണ്. UGCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വിനീത് ജോഷി. ഇത് തെറ്റാണ്. മമിഡല മുമ്പത്തെ 2023 ചെയർമാനായിരുന്നു. ഇപ്പോൾ 2025 വിനീത് ജോഷിയാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോട്ടോ. അടുത്തത് സർവ ശിക്ഷ അഭിയാൻ. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ DPEPക്ക് പകരം സർവകലാശാല അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ച വർഷം 2001. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ DPEPക്ക് പകരം സർവശിക്ഷാൻ അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 2001. സർവശിക്ഷാൻ അഭിയാൻ്റെ ആപ്തവാക്യം എന്താണ്? ഈച്ച് വൺ ടീച്ച് വൺ എന്നാണ് സർവശിക്ഷ അഭിയാൻ്റെ ആപ്തവാക്യം. അപ്പം ഈച്ച് വൺ ടീച്ച് വൺ എന്ന ആപ്തവാക്യം ഏതിൻ്റേതാണ്? സർവശിക്ഷ അഭിയാൻ്റേതാണ്. സർവശിക്ഷ അഭിയാൻ, ഈച്ച് വൺ ടീച്ച് വൺ. സമയബന്ധിതമായി പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമായി നടപ്പിലാക്കാനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സമയബന്ധിതമായി പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമായി നടപ്പിലാക്കാനാണ് സർവശിക്ഷാൻ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത്. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. അതുപോലെ പെൺകുട്ടികളുടെയും പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് സർവശിക്ഷ അഭിയാൻ മുൻതൂക്കം നൽകുന്നു. പെൺകുട്ടികളുടെയും പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് സർവശിക്ഷ അഭിയാൻ മുൻതൂക്കം നൽകുന്നു. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്തവാക്യം ഈച്ച് വൺ ടീച്ച് വൺ എന്നാണ്. പിന്നെന്താണ്? 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയതാണ്. 2001 DPEPക്ക് പകരം സർവശിക്ഷ അഭിയാൻ നിലവിൽ വരുന്നത്. പെൺകുട്ടികളുടെയും പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികളുടെയും വിദ്യാഭ്യാസം സർവശിക്ഷ അഭിയാൻ മുൻതൂക്കം നൽകുന്നു. അടുത്തത് സാക്ഷർ ഭാരത് മിഷനാണ്. സാക്ഷർ ഭാരത് മിഷൻ ആരംഭിച്ച വർഷം 2009 സെപ്റ്റംബർ 8-നാണ്. സാക്ഷർ ഭാരത് മിഷൻ ആരംഭിച്ച വർഷം 2009 സെപ്റ്റംബർ 8-നാണ്. സാക്ഷർ ഭാരത് മിഷൻ ആരംഭിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്ത പ്രത്യേകിച്ച് വനിതകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് സാക്ഷർ ഭാരത് മിഷൻ്റെ ലക്ഷ്യം. എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്ത പ്രത്യേകിച്ച് വനിതകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സാക്ഷർ ഭാരത് മിഷൻ്റെ ലക്ഷ്യം. ഇത് ആരംഭിച്ച പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. 2009 സെപ്റ്റംബർ 8-ലാണ് സാക്ഷർ ഭാരത് മിഷൻ ആരംഭിക്കുന്നത്. പിന്നെന്താണ്? 15-നും 35-നും ഇടയിൽ പ്രായമുള്ള നിരക്ഷരരായവർക്കും ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. അപ്പോൾ സാക്ഷർ ഭാരത് മിഷൻ ആരംഭിച്ച വർഷം 2009 സെപ്റ്റംബർ 8-നാണ്. മൻമോഹൻ സിംഗ് ആണ് കൊണ്ടുവന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്ത പ്രത്യേകിച്ച് വനിതകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് സാക്ഷർ ഭാരത് മിഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 15-നും 35-നും ഇടയിൽ പ്രായമുള്ള നിരക്ഷരരായവർക്കും ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. പിന്നെന്താണ്? നാഷണൽ ബാൽ ഭവൻ അല്ലെങ്കിൽ ദേശീയ ബാലഭവനം. ദേശീയ ബാലഭവനം സ്ഥാപിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ദേശീയ ബാലഭവനം സ്ഥാപിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ദേശീയ ബാലഭവനം സ്ഥാപിച്ച വർഷം 1956-ലാണ്. അപ്പം ദേശീയ ബാലഭവനം സ്ഥാപിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ദേശീയ ബാലഭവനം സ്ഥാപിച്ച വർഷം 1956-ആണ്. ദേശീയ ബാലഭവൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് നാഷണൽ ബാൽ ഭവൻ എന്ന് പറയുന്നത്. ദേശീയ ബാലഭവനത്തിൻ്റെ ആദ്യ ചെയർമാൻ ഇന്ദിരാഗാന്ധിയാണ്. ദേശീയ ബാലഭവനത്തിൻ്റെ ആദ്യ ചെയർമാൻ ഇന്ദിരാഗാന്ധിയാണെങ്കിൽ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1956 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് നാഷണൽ ബാൽ ഭവൻ എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ സാക്ഷരതാ മിഷനാണ്. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് എന്താണ്? ആരംഭിച്ച വർഷം 1988 മെയ് 5-ലാണ്.
ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത്? 1988 മെയ് 5. 1988 മെയ് 5-നാണ് ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം. കോട്ടയത്തും തുടർന്ന് എറണാകുളത്തുമാണ് ദേശീയ സാക്ഷരതാ മിഷൻ ആദ്യമായി ആരംഭിച്ചത്. കോട്ടയത്തും തുടർന്ന് എറണാകുളത്തുമാണ് ദേശീയ സാക്ഷരതാ മിഷൻ ആദ്യം ആരംഭിച്ചത്. 15-നും 35-നും ഇടയിൽ പ്രായമുള്ള നിരക്ഷരർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് ദേശീയ സാക്ഷരതാ മിഷൻ്റെ ലക്ഷ്യം. 15-നും 35-നും ഇടയിൽ പ്രായമുള്ള നിരക്ഷരർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് ദേശീയ സാക്ഷരതാ മിഷൻ്റെ ലക്ഷ്യം. 1988 മെയ് 5 ഈ ഒരു ഡേറ്റ് ഓർത്തു വെച്ചു. 1988 മെയ് 5 കോട്ടയത്തും തുടർന്ന് എറണാകുളത്തുമാണ് തുടക്കത്തിൽ ഇത് ആരംഭിച്ചത്, ദേശീയ സാക്ഷരതാ മിഷൻ. പിന്നെന്താണ് ദേശീയ വിജ്ഞാന മിഷൻ? ദേശീയ വിജ്ഞാന മിഷൻ എന്നാണ് ആരംഭിച്ചത്? 2005 ജൂൺ 13-നാണ് ദേശീയ വിജ്ഞാന മിഷൻ ആരംഭിച്ചത്. ദേശീയ വിജ്ഞാന മിഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ വിജ്ഞാന മിഷൻ്റെ ആദ്യ ചെയർമാൻ സാം പിത്രോഡയാണ്. ദേശീയ വിജ്ഞാന കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? സാം പിത്രോഡയാണ്. ആരംഭിച്ചത് 2005 ജൂൺ 13. 2005 ജൂൺ 13-നാണ് ദേശീയ വിജ്ഞാന മിഷൻ ആരംഭിച്ചത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സാം പിത്രോഡയാണ് ആദ്യ ചെയർമാൻ. ഉന്നത നിലവാരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ എന്ന് പറയുന്നത്. ഉന്നത നിലവാരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയാണ് ദേശീയ വിജ്ഞാൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഉന്നത നിലവാരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയാണ് ദേശീയ വിജ്ഞാൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് വിശ്വഭാരതി സർവകലാശാല. PYQ ആണ്, ഒരുപാട് തവണ ചോദിച്ചതാണ്. 1901-ലാണ് വിശ്വഭാരതി സർവകലാശാല പ്രവർത്തനം ആരംഭിച്ചത്. ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം എന്നാണ് 1921. അപ്പം വിശ്വഭാരതി സർവകലാശാല ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയത് 1921-ലാണ്. അടുത്തത് ശാന്തിനികേതനുള്ളിൽ രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന ഭവനം ഏതാണ്? ഉത്തരായൻ എന്നാണ്. നികേതനുള്ളിൽ രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന ഭവനം ഏതാണ്? ഉത്തരായൻ ഭവനാണ്. അതുപോലെ വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? പ്രധാനമന്ത്രിയാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പം വിശ്വഭാരതി സർവകലാശാലയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ശാന്തിനികേതൻ പ്രവർത്തനം ആരംഭിച്ചത് 1901-ലാണ്. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം 1921-ലാണ്. അതുപോലെ ശാന്തിനികേതനുള്ളിൽ രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന ഭവനം ഏതാണ്? ഉത്തരായൻ. അതുപോലെ വിശ്വഭാരതി സർവകലാശാലയെ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ PSC ചോദിക്കുന്ന കുറച്ച് ദിനങ്ങളാണ്. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5-ആണ്. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5-ആണെങ്കിൽ ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5-ആണ്. ദേശീയ അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5-ആണ്. അതുപോലെ ലോക ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10-ആണ്. ലോക ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10-ആണ്. ദേശീയ ഹിന്ദി ദിനം എന്നാണ്? സെപ്റ്റംബർ 14-ആണ്. ദേശീയ ഹിന്ദി ദിനം എന്നാണ്? സെപ്റ്റംബർ 14-ആണ്. ദേശീയ നിയമദിനം നവംബർ 26-ആണ്. ദേശീയ നിയമദിനം നവംബർ 26-ആണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11-ആണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11-ആണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം എന്നാണ്? നവംബർ 17-ആണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം എന്നാണ്? നവംബർ 17-ആണ്. അപ്പോൾ ലോക അധ്യാപക ദിനം ഒക്ടോബർ 5-ആണെങ്കിൽ ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5-ആണ്. ദേശീയ ഹിന്ദി ദിനം എന്താണ്? സെപ്റ്റംബർ 14-ആണ്. ലോക ഹിന്ദി ദിനം ജനുവരി 10-ആണ്. അതുപോലെ ദേശീയ നിയമദിനം നവംബർ 26-ആണ്.
അതുപോലെ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 14 ആണെങ്കിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം എന്നാണ് നവംബർ 17 ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം എന്നാണ് ഒക്ടോബർ 15 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ലോക പുസ്തക ദിനം ഏപ്രിൽ 23 ലോക പുസ്തക ദിനം ഏപ്രിൽ 23 അതുപോലെ ദേശീയ സംസ്ഥാന വായനാ ദിനം എന്നാണ് ജൂൺ 19 ദേശീയ സംസ്ഥാന വായനാ ദിനം എന്നാണ് ജൂൺ 19 അപ്പം ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15 അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം നവംബർ 17 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ലോക പുസ്തക ദിനം ഏപ്രിൽ 23 ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന വായനാ ദിനം ജൂൺ 19 അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണെന്നറിയാം. കുറച്ച് ടൈം 1 മണിക്കൂർ ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് ഫ്രീ ആകുന്ന സമയത്ത് ഈ ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ കണ്ടില്ല വെച്ചാൽ ഒരുപാട് പെൻഡിങ് വരും. അപ്പോൾ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങളെന്ത് ചെയ്യുക, കിട്ടുന്ന സമയം പഠിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ഓണം എന്ന് പറയുന്നത് ജാതി മത ഭേദമന്യേ കേരളീയർ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം എല്ലാവരും നല്ല തിരക്കാണെന്നറിയാം. പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ഒരു 3-4 ദിവസം ചെറിയ രീതിയിൽ ക്ലാസ്സുകളൊക്കെ ഞാൻ തരാം. ഓണം ഈ ഒരു തിരക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ തുടർന്നും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു ടോപ്പിക്ക് അവസാനിക്കാറായി. അടുത്തത് നമുക്ക് ഭരണഘടനയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പരമാവധി സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അതുപോലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എന്തായാലും കംപ്ലീറ്റ് നമ്മൾ ചെയ്യും. ഈ ഒരു തിരക്ക് കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ പരമാവധി മാക്സിമം കാര്യങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ ഒരു വീഡിയോയ്ക്ക് ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് അമർത്തുക. നിങ്ങൾക്ക് 100% ഈ ഒരു LGS പരീക്ഷ കഴിഞ്ഞാലും നിങ്ങൾക്ക് തുടർന്നുള്ള പരീക്ഷയ്ക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത്. പിന്നെന്താണ്, ഈ ഒരു LGSൻ്റെ സിലബസ് കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ LGS പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇനി വരാൻ പോകുന്ന മറ്റു പരീക്ഷകൾക്ക് LD LGS പോലെയുള്ള പരീക്ഷകൾക്ക് നമുക്ക് ഇതുപോലെ തുടർന്ന് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫോഴ്സ് പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും. നിങ്ങൾക്കത് വേസ്റ്റായി പോവുകയില്ല. SCRT NCRT PYQ റാങ്ക് ഫയലൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ നൽകുന്നത്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ കറണ്ട് അഫയേഴ്സൊക്കെ പക്കയാണ്. മാക്സിമം കാര്യങ്ങൾ ഓരോ മാസത്തെയും മാക്സിമം കാര്യങ്ങൾ ഞാൻ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്, ഇനി ഉൾപ്പെടുത്തും. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഓരോ മാസത്തെയും കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. കാരണം ഒരു മാസത്തെ ഒരു വീഡിയോ ആയിട്ട് കിട്ടുമ്പോൾ കംപ്ലീറ്റ് നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. പിന്നെ അതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പിന്നെ ഈ ക്ലാസ്സിൻ്റെ PDF ഞാൻ അപ്ലോഡ് ചെയ്യാത്തത് ഉദ്യോഗാർത്ഥികൾ PDF കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്ലാസ്സുകൾ കാണാണ്ടെടുക്കും. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ക്ലാസ്സുകൾ മാക്സിമം ആളുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളെ ക്ലാസ് ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്, എന്നാലേ നമുക്കത് ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടെലഗ്രാം ചാനലിൽ PDF അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.